അപൂർവ പുസ്തകങ്ങളുടെ ശേഖരമുള്ള തിരുനാവായ എടക്കുളം കാതനങ്ങാടിയിലെ ചിറക്കലുമ്മർ തന്റെ സ്വകാര്യ ലൈബ്രറി നാട്ടിലെ വായനക്കാർക്കായി തുറന്നുകൊടുത്തു. വസതിയായ ചിറക്കൽ മനയിലെ ഗ്രന്ഥപുരയാണ് വിജ്ഞാനദാഹികളെ കാത്തിരിക്കുന്നത്. ചരിത്രം, മതം, ശാസ്ത്രം, സാഹിത്യം, നോവൽ, പരിസ്ഥിതി, നിയമം, പുരാതന കാലത്തെ അറബി രചനകൾ തുടങ്ങിയവയുടെ വലിയ ഒരു ശേഖരമാണ് ചിറക്കലുമ്മർ സൂക്ഷിച്ചു വരുന്നത്. പിതാവ് പരേതനായ ചിറക്കൽ കോയ നിരവധി മത ചരിത്ര ഗ്രന്ഥങ്ങളുടെ സൂക്ഷിപ്പുകാരനും വിൽപ്പനക്കാരനുമായിരുന്നു. ഉമ്മറിൻ്റെ പുസ്തകശേഖരത്തിൽ ഇന്ന് കാണുന്ന പല പുസ്തകങ്ങളും കേരളത്തിൽ ലഭ്യമല്ല. പ്രസാധകർ പോലും മറന്നുപോയ ഗ്രന്ഥങ്ങളും ഇദ്ദേഹത്തിൻ്റെ കൈവശമുണ്ട്. ഇവയിൽ ദശാബ്ദങ്ങൾ പഴക്കം ചെന്ന പുസ്തകങ്ങളും സുവനീറുകളും കാണാം. ലോകത്തെ പ്രധാന സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്ത മലയാളത്തിലെയും അൽ അമീൻ, മുസ്ലിം തുടങ്ങിയ പത്രങ്ങളുടെയും നൂറ്റാണ്ടുകൾ മുൻപുള്ള പ്രതികളും ഇക്കൂട്ടത്തിലുണ്ട്. കേരളത്തിൻ്റെ പല പ്രദേശങ്ങളിൽ നിന്നുമായി നിരവധി പേരാണ് ദിനംപ്രതി ഈ ചരിത്രസ്നേഹിയുടെ വസതിയിൽ എത്തുന്നത്. 2025 വായനാ ദിനം മുതലാണ് സ്വകാര്യ ലൈബ്രറി നാട്ടുകാർക്ക് വായിക്കാനായി ഒരു ഹോം ലൈബ്രറിയാക്കി മാറ്റിയത്. തിരൂർ സൗഹൃദവേദിയാണ് ഇങ്ങനെയൊരു നിർദ്ദേശം മുന്നോട്ട് വെച്ചത്. ഉമ്മറിൻ്റെ വീടിന് ചുറ്റുമുള്ള 3 വാർഡുകളിലെ വായനാ താൽപ്പര്യമുള്ളവർക്കാണ് ഗ്രാമീണ ലൈബ്രറി മോഡലിൽ പുസ്തകങ്ങൾ വായിക്കാൻ സൗകര്യം ഒരുക്കിയിരിക്കുന്നത്. മാമാങ്ക സംരക്ഷണ സമിതി ചെയർമാനും റീഎക്കോയുടെ പ്രോഗ്രാം കോർഡിനേറ്ററുമായ ചിറക്കൽ ഉമ്മർ മലപ്പുറം DTPCയിൽ മാമാങ്ക സ്മാരകങ്ങളുടെ കെയർടേക്കറാണ്. ഹോം ലൈബ്രറിയുടെ ഉദ്ഘാടനം എഴുത്തുകാരി റോഷ്നി കൈനിക്കര നിർവഹിച്ചു. ഒരു വലിയൊരു ഇപ്പോഴും എൻ്റെ ഒരു വലിയൊരു ഡ്രീമാണ് ഒരു ബുക്ക് കഫേ തുടങ്ങുക എന്നത്. ബുക്ക് കഫേ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമെന്ന് അറിയില്ല. പുസ്തകം വായിക്കാനുള്ള ഇതേപോലെ തന്നെ എല്ലാ നമ്മള് ഒരു വായനക്കാരന് പുസ്തകം വായിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഒരുക്കി കൊടുക്കുക. അത് ഞാനിങ്ങനെ 2-3 സ്ഥലത്ത് ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ കണ്ടതാണ് അതിന്റെ ഒരു കൺസെപ്റ്റ്. അത് നമ്മൾ ഇതുമാതിരി ഇങ്ങനെ ഇതൊരു വീടാണെങ്കിൽ നമ്മൾ അതിനായിട്ടുള്ള ഒരു ലൊക്കേഷൻ, അങ്ങനെ ഒരു വളരെ കാം ആൻഡ് ക്വയറ്റ്, ഒരു അത്രയും സുന്ദരമായ ഒരു അന്തരീക്ഷത്തില് ഒരു ചെറിയൊരു ഹട്ട്, അങ്ങനെ ഒരു എത്രയോ കാലമായിട്ടുള്ള ഒരു സ്വപ്നമാണത്. എന്നിട്ട് അവിടെ ഒരു ചെറിയൊരു കുടില് പോലെ തുടങ്ങി അതിന് പുസ്തകങ്ങൾ മാത്രമുള്ള ഒരു ലോകം. അതിനിടയിൽ നമുക്കിപ്പം ആരെങ്കിലും ഒരു ഗ്ലാസ് വെള്ളമോ അല്ലെങ്കിൽ ചായയോ അങ്ങനെ എന്തെങ്കിലും പറയുകയാണെങ്കിൽ നമ്മൾ അങ്ങനെ അവർക്ക് ആ വായനയുടെ ഇടയിൽ അവർക്കൊരു കുടിക്കാൻ എന്തെങ്കിലും കൊടുക്കുക. അങ്ങനെയാണ് ബുക്ക് കഫേ എന്നുള്ള കൺസെപ്റ്റ്. വിവിധ ഭാരവാഹികളായ KPU റഹ്മത്തുള്ള, KK അബ്ദുൾ റസാഖ് ഹാജി, ബാബു മലോൽ, അബ്ദുൽ ഖാദർ കൈനിക്കര, EP മൊയ്തീൻകുട്ടി, സോളമൻ കളരിക്കൽ, അസീസ് കാളിയാടൻ, കായക്കൽ അലി തുടങ്ങിയവർ സംസാരിച്ചു. എഴുത്തുകാരിലും നമ്മൾ സോഷ്യൽ മീഡിയ ഒക്കെ നോക്കിയാൽ കാണാം, എഴുത്തുകാരിലും വനിതകളുടെ പെൺകുട്ടികളുടെ ഉൾപ്പെടെ കോളേജ് കുട്ടികൾ ഉൾപ്പെടെയുള്ളവരുടെ എണ്ണം വർദ്ധിച്ചു വരികയും നല്ല സാഹിത്യ മൂല്യമുള്ള കൃതികൾ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ പബ്ലിഷ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അതൊക്കെ നമ്മളെ സംബന്ധിച്ചിടത്തോളം, ഇവിടെ ഈ കൂടിയിരിക്കുന്ന നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഏറെ സന്തോഷപ്രദമാണ്. ഇവിടെ രോഷ്നി മേഡം സൂചിപ്പിച്ചതുപോലെ ഈ വീട്ടിനകത്ത് നമ്മൾ ഒത്തുകൂടി ഇതുപോലുള്ള ചർച്ചകൾ സന്തോഷിപ്പിക്കുന്നുണ്ട്. എല്ലാവിധ ആശംസകളും. ഇത്തരത്തിലൊരു വീടിനുള്ളിൽ ഇത്തരത്തിലൊരു ലൈബ്രറി സെറ്റ് ചെയ്യുക എന്നത് ഏറ്റവും ഒരു മഹത്തായ കാര്യമായിട്ടാണ് കാണുന്നത്. കാരണം ഇന്നത്തെ സമൂഹം നമുക്കറിയാം, ഇവിടെ എല്ലാവരും സൂചിപ്പിച്ചതുപോലെ വായനയിൽ നിന്നൊക്കെ വിട്ടുനിൽക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ്. പല ലൈബ്രറികളിലും അടച്ച കൂട്ടലുകളിലേക്ക് വായനാശീലം കുറഞ്ഞു പോകുന്ന ഇത്തരം സന്ദർഭത്തിൽ ഇത്തരത്തിൽ ഒരു സംരംഭം നമ്മുടെ വീടിനകത്ത് കൊണ്ടുവരുവാൻ വേണ്ടി ഒരുപാട് പ്രയത്നം സഹിച്ച ആളാണ് നമ്മുടെ ചിറക്കൽ ഉമ്മർ. ഉമ്മറിനെ പറ്റി വളരെ വിശദമായിട്ട് തന്നെ ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അറിയാം. എല്ലാ കാര്യങ്ങളിലും സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിലൊക്കെ നല്ല രീതിയിൽ തന്നെ ഇടപെടുന്ന ഒരു വ്യക്തിത്വമാണ്. പാരിസ്ഥിതികമായിട്ട് എല്ലാ വിഷയങ്ങളിലും അതുപോലെ തന്നെ മാമാങ്കത്തിന്റെ കാര്യങ്ങളെല്ലാം ഇവിടെ സൂചിപ്പിച്ചത്. എല്ലാ വിഷയത്തിലും നമ്മുടെ നാട്ടുകാരുമായി ചേർന്നുകൊണ്ട് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ് ചിറക്കൽ ഉമ്മർ. സന്തോഷമുണ്ട്. ആദ്യമായി ഞാൻ ഉമ്മർ ചിറക്കലിനെ അഭിനന്ദിക്കുകയാണ്. ഇങ്ങനെ വീട്ടിൽ വെച്ചിട്ട് ഇങ്ങനെ ഒരു ലൈബ്രറി ചെയ്തതിന് വലിയൊരു അഭിനന്ദനം കൊടുക്കുക. അങ്ങനെ ഓരോരുത്തരും പത്രം കാത്തു നിൽക്കുന്ന ഒരു അവസരം ഉണ്ടായിരുന്നു. ഇന്നിപ്പോ പത്രം ഇട്ടത് അതൊന്ന്
നീർത്തി നോക്കാനുള്ള സമയം നമുക്ക് ആർക്കില്ല. അപ്പൊ നമ്മളെപ്പോഴും കാലത്ത് ഒരു 2-3 ഇപ്പൊ അദ്ദേഹം പറഞ്ഞ പോലെ 2-3 പേജെങ്കിലും വായിക്കുക എന്നുണ്ടെങ്കിൽ നമ്മളെ ബ്രെയിൻ അതൊരു വലിയൊരു തെറാപ്പിയാണ്. അത് വായനയാണ്. ചിന്തിക്കുന്ന തലച്ചോറിന്റെ വ്യായാമമാണ്, നെഞ്ചിന്റെ വ്യായാമമാണ് വായന. എന്താ വായിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ഹൃദയം കൊണ്ട് കണ്ട് ഓരോ വരകളെയും തലച്ചോറിൽ കേന്ദ്രീകരിച്ച് വായിക്കകത്താക്കുക. ഇതാണ് വായിക്കുക എന്ന് പറയുന്നത്. വായനശാല എന്ന് പറയുന്നത്, വായന എന്ന് പറഞ്ഞാൽ അറിവാണ്. വര എന്ന് പറഞ്ഞാൽ വരം, അക്ഷരങ്ങൾ കൂടുമ്പോഴാണ് വരം വരിക. വരയാണ് തലച്ചോറിന്റെ വര എന്ന് നമ്മൾ പറയുന്നത്. നമ്മൾ അക്ഷരങ്ങളെ തലച്ചോറിൽ നിൽക്കുന്നതാണ് വര. വര ശരിയായില്ല എന്ന് പറയുന്നത് അത് വായന. അത് വരകൾ കൂടുമ്പോൾ വരയാണ്. അപ്പോൾ മനസ്സിന്റെ ആ മനസ്സിലുള്ള സന്തോഷം നമുക്ക് നഷ്ടപ്പെടാതിരിക്കാൻ ഹൃദയത്തിൽ അതുപോലെ നമ്മുടെ ഈ സമാധാനം സന്തോഷം നിലനിൽക്കണമെങ്കിൽ നല്ലൊരു സുഹൃത്തായിട്ട് തന്നെ നമുക്ക് വായനയെ നമുക്ക് കൊണ്ടുനടക്കാൻ പറ്റും. അപ്പോൾ എന്ന് പറഞ്ഞുകൊണ്ട് ആദ്യമായി വായനയ്ക്ക് പ്രോത്സാഹനം കൊടുത്ത മതത്തിൽപ്പെട്ടൊരു മതത്തിലാണ് ഇസ്ലാം. എല്ലാ മതങ്ങളും പ്രോത്സാഹനം കൊടുത്തു എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ചെറുപ്പക്കാർ എത്ര പഠിക്കുക, എന്ത് IAS ആയാലും IPS ആയാലും എന്തായാലും വായന ഇല്ലാത്ത ഒരു നോട്ടം അതിന് വല്ലാതെ കാണുന്നു. ഇപ്പൊ ഞാൻ അധികം പഠിച്ചാണ്, ഞാൻ വലിയ വ്യക്തിയല്ല. എന്നാൽ ഏത് വേദികളെയും അഭിമുഖീകരിക്കാൻ ദൈവം തമ്പുരാൻ ഞങ്ങൾക്ക് കഴിവ്. അത് എന്താണ്? ഞാൻ 7ാം ക്ലാസ്സിൽ നിന്ന് വന്ന വ്യക്തി ഞാൻ എന്തുകൊണ്ടാണ് എങ്ങനെയെങ്കിലും നിങ്ങളുടെ മുമ്പിൽ നിന്ന് സംസാരിക്കാൻ കഴിയുന്നത്? വായന കൊണ്ട്. അഭരണ ഭൂമിയിലുള്ള ഓരോന്നിനെയും അകതായി കണ്ടറിയാൻ ഇന്ന് അക്ഷരം ഒരു കണ്ണാടി. മനമുണ്ടോ മാർഗവുമുണ്ട്, വേണമെങ്കിൽ വേരിൽ കായ്ക്കും കനിവാണി അറിവിൽ തേൻകനി. ഈ കരച്ചിലിന് അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു ആമുഖമായിട്ട് നമ്മുടെ ഉള്ളിലുണ്ടായിരുന്ന ഒരു തേങ്ങലിന് എല്ലാം പരിഹാരമായിട്ടുണ്ട്. അതാണ് ഇന്നത്തെ സാങ്കേതിക മേന്മ. ആ സാങ്കേതിക മേന്മ ഉണ്ടായിട്ട് പോലും നമ്മൾ തിരിച്ചറിയില്ല എന്നുള്ളത് മനുഷ്യന്റെ അപജയമാണ്. മനസ്സിനെ മനനം ചെയ്ത് മനോഹരമാക്കിയ മനുഷ്യൻ എങ്ങനെ ഇത്ര പുറകോട്ട് പോയി എന്ന ഒരു പുതിയ പരീക്ഷണത്തിലേക്കാണ് ലോകം പോകുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, വായന തന്നെയാണ് ഏറ്റവും വലിയ വഴി. വായനയാണ് നമ്മളെ മാറ്റിമറിക്കുന്നത്. അതുകൊണ്ട് റോസിയത്ത് പോലെ ഞാൻ പറയാണ്, ഒരു പാരഗ്രാഫ് എങ്കിലും നിങ്ങൾ വായിക്കുക എന്നുള്ള ജീവിതത്തിന്റെ ഒരു നിർബന്ധമായ ഒരു ദൗത്യമായി ഏറ്റെടുക്കുക. ഒരു പാരഗ്രാഫ് ഒരു ദിവസം വായിക്കുക. അങ്ങനെ ഒരു മാസത്തിൽ നമ്മൾ വായിക്കുമ്പോൾ നമുക്കൊരു വിജ്ഞാന അറിവുകൾ കിട്ടും. ഞാൻ ഒന്നുമല്ല എന്നുള്ള തിരിച്ചറിവ് മനസ്സിലാക്കാൻ നമുക്ക് വായന വേണം. ഞാൻ ഒരു ഹോം ലൈബ്രറി എന്ന സംവിധാനത്തിലേക്ക് എന്റെ ശ്രദ്ധ പോകേണ്ടായ കാരണം, ഈ പരിസരത്തുള്ള കുട്ടികളൊന്നും ഇങ്ങനെ മറക്കാൻ പുസ്തകം വായിക്കാൻ തരുമോ? എനിക്കത് പേടി. എന്താ വെച്ചാൽ ഞാൻ ബാബുമാഷുമായി ഷെയർ ചെയ്ത സംഭവമാണ്. ഞാൻ കണ്ടമാനം പുസ്തകങ്ങൾ കൊടുത്തിലേക്ക് തിരിച്ചിട്ടില്ല. അപ്പൊ തിരിച്ചു കിട്ടാത്തതിന്റെ കാരണം വെച്ചാൽ ചില വിലപിടിപ്പുള്ള പുസ്തകങ്ങൾ വരെ മിസ്സായി എന്നാണ് സത്യം. കാരണം അതെന്താ സംഭവിച്ചാൽ ഹൈമറ ഇവിടെ കൊടുത്തു. എന്റെ ഒരു വലിയ മാതൃഭൂമിയുടെ പുസ്തകം ഉണ്ടായിരുന്നു, കപ്പന കൃഷ്ണമേനോൻ എഴുതിയ ചേരമാൻ പെരുമാൾ എന്ന പുസ്തകം. അതൊരാൾ വാങ്ങിക്കൊണ്ടായിട്ട് പിന്നെ അയാൾ പറഞ്ഞാൽ ഞാൻ മെഡിക്കൽ സ്റ്റോറിൽ വെച്ചു, ഇത് പലയിടത്തും വെച്ചു, എവിടെ പോയിരുന്നൊരു പുറത്തില്ലായിരുന്നു. ഇപ്പൊ മാതൃഭൂമി ആ പുസ്തകം പ്രസിദ്ധീകരിക്കുന്നില്ല. പുസ്തകം നഷ്ടപ്പെട്ടു. അപ്പൊ അതുപോലെ ധാരാളം പുസ്തകങ്ങൾ എനിക്ക് നഷ്ടപ്പെട്ടു. എനിക്ക് ആ മാതൃഭൂമി ഈ വിഷയം ഞാൻ ഒരു സ്ഥലത്ത് അവതരിപ്പിച്ചപ്പോ വളാഞ്ചേരിയിലുള്ള ഒരാള് എനിക്ക് ആ പുസ്തകം അടുത്ത കാലത്ത് അയാളുടെ ഇന്നൊരു പുസ്തകം എനിക്ക് കൊടുത്തു. ഇത് പറയാൻ കാരണം ഇവിടെ സോളമേട്ടൻ സൂചിപ്പിച്ച കാര്യമാണ്. ഈ നമ്മൾ ഓരോ സംഭവങ്ങൾ വിജ്ഞാനം, നമുക്ക് വിജ്ഞാനം ഇല്ലെങ്കിലും വിജ്ഞാനം പകരം ഇതുകൊണ്ട് കഴിയുന്നതാണ് വിശ്വാസം. അതെനിക്ക് വലിയ അനുഭവമുണ്ട്. ഇവിടെ ഞാനിത് ഈ കഴിഞ്ഞ ദിവസങ്ങൾ ഒരു IAS ഉദ്യോഗസ്ഥൻ, അയാൾ +2 ആയിരിക്കുന്ന സമയത്ത് എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. +2 പഠിക്കണമെന്ന്. പിന്നെ IAS കിട്ടിയപ്പോൾ എന്നെ വിളിച്ച് പറയണം IAS കിട്ടിയില്ല. ഇത്ര വർഷങ്ങളോളം മുമ്പ് കൂടെ വന്നിട്ടുണ്ട്. ഇത് പറയുമ്പോൾ പിന്നെ എനിക്കൊരു അഭിമാനം തോന്നുന്നുണ്ട്. കാരണം ഇപ്പൊ കഴിഞ്ഞ ദിവസം വന്നിരുന്നു സുപ്രീം കോടതിയിലൊരു വക്കീൽ വന്നിരുന്നു. അപ്പൊ അദ്ദേഹം വന്നപ്പോൾ ഞാൻ കുഞ്ഞുവാക്കാന്റെ നമ്പർ കൊടുത്തു, കുറച്ച് വിവരങ്ങൾ അറിയാൻ വേണ്ടി ആവശ്യപ്പെട്ടപ്പോൾ. അപ്പൊ അത് കൂടാതെ തന്നെ പ്രഗത്ഭരായ ധാരാളം വക്കീലുമാരുടെ ഞാനാണ്. എന്തിനേറെ പറയുന്നു, മാമാങ്ക സിനിമ ഇറക്കുമ്പോൾ 5-6 പുസ്തകങ്ങൾ ഇവിടെ വന്നിട്ട് അവർ ഇന്ന് റെഫർ ചെയ്തിരുന്നു. അതിന്റെ പേരിലാണ് ആ സിനിമയിൽ എന്റെ പേര് പോലും എഴുതി കാണിക്കുന്നത്. അപ്പൊ ഇതൊക്കെ ഉണ്ടായത് എന്താ സംഭവിച്ചാൽ എന്റെ ഫാദറൊക്കെ ഇത് സൂക്ഷിച്ചുകൊണ്ട് ഇവിടെ പിന്നെ മബുവലിക്ക് സൂചിപ്പിച്ച പോലെ പല ധാരാളം പുസ്തകങ്ങൾ അപ്പൊ തന്നെ കൊടുക്കേണ്ടതുണ്ട്. പക്ഷെ വേദികൾ നമുക്കൊരു പരിമിതമാണ്. ഇവിടെ ഞാൻ ഉദ്ദേശിച്ചത് നിങ്ങളുടെയൊക്കെ തല വരുന്ന പങ്കാളിത്തം കാണിക്കുന്ന എന്തെങ്കിലും ചിത്രങ്ങൾ